RDX ആദ്യ വിഷയത്തിലേക്ക്. വിദ്യാലയങ്ങളെ അടക്കം ലക്ഷ്യമിടുന്ന ലഹരി വലയുടെ കണ്ണികൾ മുറിക്കാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പരിപാടിയാണ് സുംബ ഡാൻസ് പരിശീലനം. മാനസികോല്ലാസവും ശാരീരിക ആയാസവും ഇടകലർന്ന സുംബ നൃത്ത പരിശീലനം മിക്ക വിദ്യാലയങ്ങളും തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ വിവാദവും ഉയർന്നു. കുട്ടികൾ പോലും അല്പവസ്ത്രം ധരിച്ച് കൂടിക്കലർന്ന് ആടിപ്പാടണമെന്നാണ് സർക്കാർ നിർദ്ദേശമെന്ന് വ്യാഖ്യാനിക്കുന്നു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് 8ാം ക്ലാസ്സിലെ കലാപഠനം പാഠപുസ്തകത്തിൽ സുംബ ഡാൻസ് ഉൾപ്പെടുത്തിയത്. അധ്യാപകർക്ക് വേണ്ട പരിശീലനവും കൊടുത്തു. കുട്ടികൾ അത്യുത്സാഹത്തോടെ സുംബ ഡാൻസ് ആസ്വദിച്ച് കളിച്ചു തുടങ്ങി. കേട്ടാൽ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന വിമർശനമാണ് മുജാഹിദ് സമസ്ത സംഘടനകളിൽ നിന്നെല്ലാം ഉയരുന്നത്. കണ്ടുവരാം നമ്മുടെ കുട്ടിക്കൂട്ടങ്ങളുടെ സുംബ ഡാൻസ് ദൃശ്യങ്ങളും അതിനെതിരായ കഠിന വിമർശനങ്ങളും. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സ്കൂളുകളിൽ നടപ്പാക്കുന്ന കായിക പരിശീലനങ്ങൾക്കൊപ്പം സൂംബ ഡാൻസും ഉൾപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധവുമായി സമസ്ത ഉൾപ്പെടെ മുസ്ലിം സംഘടനകൾ. അല്പവസ്ത്രം ധരിച്ച് കൂടിക്കലർന്ന് ആടിപ്പാടുന്ന രീതിയാണ് സുംബ എന്നാണ് സമസ്തയും വിസ്ഡവും അടക്കമുള്ള സംഘടനകളുടെ നിലപാട്. സുംബ ഡാൻസ് പരിശീലിപ്പിക്കണമെന്ന നിർദ്ദേശം പാലിക്കാൻ തയ്യാറല്ലെന്നും ഒരു അധ്യാപകനെന്ന നിലയിൽ വിട്ടുനിൽക്കുകയാണെന്നും വിഷയത്തിൽ ഏത് നടപടിയും നേരിടാൻ തയ്യാറാണെന്നും വിസ്ഡം നേതാവ് TK അഷ്റഫ് വ്യക്തമാക്കി. സുംബ ഡാൻസിനെതിരെ MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസും പ്രതികരിച്ചു. ഏകപക്ഷീയമായി ഇത്തരം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും PK നവാസ്. കാസർഗോഡ് ജില്ലയിലെ തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള സുംബ പരിശീലന വീഡിയോ പങ്കുവച്ചായിരുന്നു വിമർശനങ്ങൾക്ക് മന്ത്രി V ശിവൻകുട്ടിയുടെ മറുപടി. കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും കായികക്ഷമത ഉയർത്താനുമാണ് വിദ്യാഭ്യാസ വകുപ്പ് സുംബ ഡാൻസ് ആരംഭിച്ചത്. സുംബ ഡാൻസ് പഠിപ്പിക്കാൻ അധ്യാപകർക്ക് നേരത്തെ പരിശീലനം നൽകിയിരുന്നു. മിക്ക സ്കൂളുകളിലും PTA സഹകരണത്തോടെ ഇതിനകം തന്നെ സുംബ പരിശീലനം തുടങ്ങിയിട്ടുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. നമുക്കിതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ ഡാറ്റാ ഷീറ്റിൽ പരിശോധിക്കാം. രൂക്ഷ വിമർശനവുമായാണ് വിസ്ഡം സംഘടന രംഗത്ത് വന്നത്. സുംബ ഡാൻസിനെതിരെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി TK അഷ്റഫാണ് രംഗത്ത് വന്നത്. എൻ്റെ കുട്ടിയെ അയക്കുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞു. ആണും പെണ്ണും കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് നൃത്തം ചെയ്യുന്നത് പഠിക്കാനല്ല തൻ്റെ മകനെ അയക്കുന്നത് എന്ന് അഷ്റഫ് പറഞ്ഞു. സുംബ ഡാൻസിൽ നിന്ന് വിട്ടുനിൽക്കും എന്നും ഏത് നടപടിയും നേരിടാൻ തയ്യാറാണെന്നും അഷ്റഫ് പിന്നീട് വ്യക്തമാക്കി. എതിർപ്പുമായി സമസ്തയും തൊട്ടു പിന്നാലെ തന്നെ രംഗത്തെത്തി. തീരുമാനത്തിനെതിരെ നാസർ ഫൈസി കൂടത്തായും അബ്ദുൾ സമദ് പൂക്കോട്ടൂരും രംഗത്ത് വന്നു. അല്പവസ്ത്രം ധരിച്ച് കൂടിക്കലർന്ന് ആടിപ്പാടുന്ന രീതിയാണ് സുംബ എന്നിവർ പറഞ്ഞു. കായിക പരിശീലനം മെച്ചപ്പെടുന്നതിന് പകരം ആഭാസങ്ങൾ നിർബന്ധിക്കരുത് എന്ന കടുത്ത വാക്കുകളായിരുന്നു ഇവർക്കൊക്കെ ഉണ്ടായിരുന്നത്. മേനിയഴക് പ്രദർശിപ്പിക്കാൻ ധാർമ്മിക ബോധം അനുവദിക്കാത്ത വിദ്യാർത്ഥികളുടെ വ്യക്തിസ്വാതന്ത്ര്യ ലംഘനമാണ് എന്നുകൂടെ ഇവർ പറഞ്ഞു വെച്ചു. MSFും പിന്നാലെ രംഗത്തേക്ക് വന്നു. എന്ത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ സുംബ നടപ്പിലാക്കിയത് എന്ന് MSF നേതാക്കൾ ചോദിച്ചു. മുഖ്യമന്ത്രിക്ക് പോലും സുംബ പദ്ധതിയെക്കുറിച്ച് ബോധമില്ലെന്നും PK നവാസ് MSF നേതാവ് പറഞ്ഞു. സുംബയിൽ എന്താണ് തെറ്റ്? സ്കൂളുകളിൽ സുംബ പഠിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് മന്ത്രി R ബിന്ദു വാർത്താസമ്മേളനത്തിൽ ചോദിച്ചു. കുട്ടികളിൽ മാനസിക ശാരീരിക ഉല്ലാസം നൽകുന്നതാണ് സുംബ എന്ന് മന്ത്രി ചൂണ്ടിക്കാണിച്ചു. എന്താണ് സുംബ എന്നുകൂടെ പരിശോധിക്കാം. കൊളംബിയയിൽ രൂപപ്പെട്ട ഒരുതരം ഡാൻസ് ഫിറ്റ്നസ് പ്രോഗ്രാമാണ് സുംബ. 1990 കൊറിയോഗ്രാഫറായ ആൽബർട്ടോ ബെറ്റോ പെരസ് സുംബയ്ക്ക് രൂപം നൽകി. ലാറ്റിൻ അമേരിക്കൻ നൃത്ത ശൈലികളും എയറോബിക് വ്യായാമങ്ങളും സംയോജിപ്പിച്ച ശൈലിയാണ് സുംബ. എല്ലാ പ്രായക്കാർക്കും എല്ലാ ശാരീരിക ഫിറ്റ്നസ് തലത്തിലുള്ളവർക്കും ചെയ്യാനാകും എന്നതാണ് ഇതിൻ്റെ സവിശേഷത. സുംബയുടെ നേട്ടങ്ങൾ ഉയർന്ന വേഗത്തിലുള്ള ചലനങ്ങൾ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കും, രക്തചംക്രമണം മെച്ചപ്പെടുത്തും, നൃത്തം ചെയ്യുന്നത് മാനസിക ഉല്ലാസത്തിന് സഹായിക്കും എന്നിങ്ങനെ നേട്ടങ്ങൾ പലതാണ്. സമ്മർദ്ദം കുറയ്ക്കും. നൃത്തം ചെയ്യുന്നതിലൂടെയും ഫിറ്റ്നസ് നേടുന്നതിലൂടെയും ആത്മവിശ്വാസം വർദ്ധിക്കും കുട്ടികളിലും മുതിർന്നവരിലും എന്നാണ് പറയുന്നത്. കൈകളും കാലുകളും ഒരേ സമയം ചലിപ്പിക്കുന്നത് ശരീരത്തിൻ്റെ ഏകോപനം വർദ്ധിപ്പിക്കുമെന്നും ഈ സുംബ പരിശീലനത്തിൻ്റെ ഗുണഗണങ്ങളായിട്ട് ആളുകൾ പറയുന്നു. ഇവിടെ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ ഈ ചെറുപ്പക്കാരായുള്ള കുട്ടികളും അധ്യാപകരും ഒക്കെ വളരെ സന്തോഷത്തോടുകൂടി ഈ സുംബ പരിശീലനത്തിൽ ഡാൻസിൽ പങ്കെടുക്കുകയാണ്. വളരെ നല്ല ചലനങ്ങളാണ് അവരുടേത്. നല്ല ആത്മവിശ്വാസവും സന്തോഷവും ഈ കുട്ടികളുടെയും അധ്യാപകരുടെയും ഒക്കെ മുഖത്തുണ്ട്. ഇത് സംസ്ഥാനത്തെമ്പാടുമായിട്ട് നടന്നു എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ അപ്പോൾ തന്നെ കാണുകയാണ് കുറേ ആണുങ്ങളായിട്ടുള്ള മതപണ്ഡിതരും സമുദായ സംഘടനയുടെ നേതാക്കളും ഒക്കെ വന്നിട്ട് ഈ കാര്യങ്ങളെ എതിർക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കുട്ടികളിൽ ഉണ്ടാക്കുന്ന സന്തോഷത്തെ കെടുത്തിക്കളയാൻ മാത്രം വലിയ വിമർശനങ്ങൾ ഈ മതപണ്ഡിത ആണുങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടോ ഇതിനകം? തീർച്ചയായും വലിയ തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുന്നതിൽ എല്ലാവരും അതിലൊരു പുരുഷാധിപത്യം ഉണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. നേരത്തെ സ്കൂളിൽ കുട്ടികളെ ഇടകലർത്തി ഇരുത്തുന്നു എന്നുള്ള വിവാദത്തെ അല്ലെങ്കിൽ ആ വിവാദം ചൂടുപിടിച്ചുകൊണ്ടാണ് ഇത്തരം ഈ സുംബ വിവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും പ്രതികരണങ്ങൾ വരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ SYSൻ്റെ സംസ്ഥാന സെക്രട്ടറി ഒരു ഫേസ്ബുക്കിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് ടീച്ചർമാരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള കുട്ടികളി, അതായത് ഇത്തരത്തിലുള്ള തുള്ളലും മറ്റും നടത്തുന്നത് പഠനത്തിൻ്റെ
നിലവാരം കുറയ്ക്കും. വെറും തമാശക്കളിയായി മാത്രം സ്കൂളുകൾ മാറും. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒത്തുചേരലും നൃത്തം ചെയ്യലും എല്ലാം ലഹരിയിലേക്ക് വീണ്ടും കുട്ടികളെ നയിക്കാനാണ് സാധ്യത എന്നുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ അത്തരത്തിലൊരു നിരീക്ഷണമാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള പലതരത്തിൽ രസകരമായ അല്ലെങ്കിൽ നമുക്ക് കണ്ടാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ പല ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ വിവിധ സ്കൂളുകളിൽ ഇത്തരത്തിൽ പല വേഷവിധാനത്തിലുള്ള കുട്ടികളുടെ നൃത്തങ്ങൾ, ഒരുപക്ഷെ സൂംബ നൃത്തം ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ചത് കണ്ടിട്ടുണ്ടാവും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എന്ന അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് അത് കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കുട്ടികൾ അത് അവരുടെ എന്താണോ അവർ സാധാരണ സ്കൂൾ യൂണിഫോമായി ഉപയോഗിക്കുന്ന വേഷവിധാനം അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർ ഈ സൂംബ നൃത്തം നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നൊരു കാലമാണ് ഇത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് നേരത്തെ പോലെയല്ല, അണുകുടുംബങ്ങളാണ്. അവിടെ തന്നെ കുട്ടികളെ കൃത്യമായി നോക്കാൻ രക്ഷിതാക്കൾക്ക് ഒരു സമയവും സാഹചര്യം കിട്ടാത്ത സാഹചര്യമുണ്ട്. സ്കൂളുകളിൽ പഠനവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള സംഘർഷമുണ്ട്. അതോടൊപ്പം തന്നെയാണ് നവമാധ്യമങ്ങളും മൊബൈൽ ഫോൺ അടക്കമുള്ള അഡിക്ഷൻ അതൊരു മറ്റൊരു വശത്ത് നിൽക്കുന്നു. അങ്ങനെ വിവിധ തരത്തിൽ മാനസിക സംഘർഷത്തിൽ അല്ലെങ്കിൽ പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലേക്ക് വിദ്യാഭ്യാസ രീതി മാറേണ്ടതുണ്ട് എന്നുള്ള വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഈ സുംബ നൃത്തം പോലുള്ള ഒന്ന്, അതായത് കുറച്ചുകൂടി മാനസിക ഉല്ലാസം കിട്ടുന്ന, എല്ലാവരും ഒരുമിച്ച് സന്തോഷം പങ്കിടുന്ന തരത്തിൽ ഒരു കാര്യം, അതും ഒരു വ്യായാമ മുറ എന്നതിനപ്പുറത്തേക്ക് അതിന് മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യാഖ്യാനം ഉണ്ടാവേണ്ട കാര്യമില്ല എന്നുള്ളതാണ് തോന്നുന്നത്. അത്തരത്തിലൊരു കാര്യവുമായി സർക്കാർ രംഗത്ത് വരുന്നത്, അത് കുട്ടികൾ എല്ലാവരും ചേർന്ന്, അധ്യാപകരും കുട്ടികളും എല്ലാവരും ചേർന്നത് ചെയ്യുന്നു. അത് വലിയ തരത്തിൽ സ്വീകരിക്കപ്പെടുന്നു. നേരത്തെ നമ്മളടക്കമുള്ള വിവിധ മാധ്യമങ്ങൾ അത്തരത്തിൽ പുതിയ നിരീക്ഷണങ്ങൾ, അതായത് കായികമായി കുട്ടികൾക്ക് കുറേ കൂടി ഊർജ്ജം നൽകുന്നതും ഉല്ലാസം നൽകുന്നതും മാനസികമായ ഉല്ലാസം നൽകുന്നതുമായ കാര്യങ്ങളിലേക്ക് സ്കൂളുകൾ കടക്കുന്നതിന് നമ്മൾ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അത് വലിയ തരത്തിൽ വിമർശനം ഉണ്ടാകുന്നത്. അതിപ്പോൾ മതപണ്ഡിതന്മാർ എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗ് തന്നെ ഇതിൽ വലിയ തരത്തിലുള്ള വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇതൊരു തലതിരിഞ്ഞ പഠന രീതിയാണ്, അല്ലെങ്കിൽ തലതിരിഞ്ഞ നയമാണ്. അത് മറ്റൊരു തരത്തിൽ സർക്കാരിൻ്റെ കുറേ കൂടി ഇടതുപക്ഷ സർക്കാരിൻ്റെ അജണ്ട നടപ്പിലാക്കാനുള്ള, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾ ഇടകലർന്നിരിക്കുന്നതിന് സമാനമായ തരത്തിൽ അത്തരത്തിലുള്ള അജണ്ടകൾ നടപ്പിലാക്കുന്നതിനും പുരോഗമന ആശയം എന്ന നിലക്ക് ഈ തരത്തിൽ വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ള കടുത്ത വിമർശനമാണ് യഥാർത്ഥത്തിൽ ഈ മുസ്ലിം സംഘടനകളും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് പോലെയുള്ള രാഷ്ട്രീയ സംഘടനകളിലെ യൂത്ത് ലീഗ്, അതായത് യുവാക്കളെ പ്രതിനിധീകരിക്കുന്ന സംഘടന കൂടി ഇക്കാര്യത്തിൽ ഈ നിരീക്ഷണം നടത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു കൗതുകകരമായ കാര്യം. ഇന്നിപ്പോൾ ഡോക്ടർ ആർ ബിന്ദു അടക്കമുള്ള മന്ത്രിമാരടക്കം ഇതിനെ വളരെ നിശിതമായി തന്നെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പുതിയ കാലത്തിനനുസരിച്ച് കുട്ടികളെയും അവരുടെ മാനസികാവസ്ഥയും കാണാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ തയ്യാറാവാത്തതാണ് ഇതിന് കാരണം എന്നുള്ളതാണ് അവരുടെയൊക്കെ നിരീക്ഷണം. ശരി, നന്ദി ലിജോ. ആ വിവരങ്ങൾക്ക് ലിജോ വളരെ കൃത്യമായിട്ട് തന്നെ പെർഫെക്റ്റായിട്ട് ആ കാര്യങ്ങൾ വിശദീകരിച്ച് കഴിഞ്ഞു. അതിനകത്തെല്ലാമുണ്ട്. ഈ സുംബ ഡാൻസ് എന്നത് ഒരു 180ഓളം രാജ്യങ്ങളിൽ 15 മില്യൺ ആളുകളിലേറെ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രൂപമാണ്, ഒരു എക്സസൈസ് രൂപമാണ് എന്ന് വിവരങ്ങൾ നമുക്ക് സെർച്ച് ചെയ്താലൊക്കെ കിട്ടും. എളുപ്പത്തിൽ പഠിക്കാവുന്ന ചുവടുകളാണ്. ശരീരത്തിൻ്റെ ഏത് വസ്ത്രം ധരിച്ചും അത് ചെയ്തുകൊണ്ടിരിക്കാം എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പറയുന്നത്. ശരീരഭാരം കുറക്കും, ഹൃദയാരോഗ്യത്തിന് മെച്ചപ്പെട്ടതാണ്. നമ്മുടെ ഇപ്പോഴത്തെ പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികളിപ്പോൾ ഫോണിലൊക്കെ അഡിക്റ്റായിട്ട് ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കുന്ന ആളുകൾക്ക്, ശരീരം അനങ്ങാതെയുള്ള ഈ കുട്ടികൾക്ക് അവരുടെ ഒരു ശാരീരിക ആരോഗ്യവും മാനസികമായിട്ടുള്ള ആരോഗ്യവും വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഒരു കാര്യമാണ് ഈ സുംബ ഡാൻസ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരീരം അനങ്ങുന്ന കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ, അല്ലെങ്കിൽ ബൗദ്ധികമായിട്ട് എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യാൻ ആരോഗ്യമില്ലാത്ത, അത്തരം ആരോഗ്യങ്ങൾ ആവശ്യമുണ്ട് എന്ന് തോന്നാത്ത ഈ മതപണ്ഡിതർക്കിടയിലെപ്പെട്ട ആളുകൾക്കൊക്കെ ആയിരിക്കണം ഇതിനോട് എതിർപ്പുണ്ടാകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് മതസാമുദായിക പണ്ഡിതരെയും സാമുദായിക സംഘടനകളുടെ തലപ്പത്തുള്ള നേതാക്കളെയും ഒക്കെ ബഹുമാനിക്കണമെന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഈ വിവരക്കേട് വന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കാലത്തിന് ചേരാത്ത കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ അവരെ തള്ളിയിട്ട് സമൂഹം മുന്നോട്ട് പോവുക എന്നതാണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ആ സുംബ ഡാൻസ് നൃത്തം ചെയ്യുന്ന ആ കുട്ടികളുടെയും അധ്യാപകരുടെയും മുഖത്ത് തന്നെയും അതുമായി ബന്ധപ്പെട്ട സന്തോഷം കാണാവുന്നതാണ്. എന്ന് മാത്രമല്ല, ഏറ്റവും നിസ്സാരമായുള്ള ശരീരചലനങ്ങൾ കൊണ്ട് തന്നെ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ്. ഏത് വസ്ത്രം ധരിച്ചിട്ടും, അതിപ്പോൾ ഒരു മുണ്ടും ഷർട്ടും ഇട്ടിട്ടാണെങ്കിലും സ്കൂൾ യൂണിഫോം ഇട്ടിട്ടാണുള്ള കുട്ടികളെല്ലാം ആ സുംബ ഡാൻസിൽ പങ്കെടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടത്. മതപണ്ഡിതരുടെ വസ്ത്രങ്ങൾ, തൊപ്പിയൊക്കെ അനങ്ങാതെ തന്നെയും ഇത് ചെയ്യാനാകും എന്നതാണ് അതിൽ ഏറ്റവും സവിശേഷമായിട്ടുള്ള കാര്യം. അവരെല്ലാം അത് പ്രാക്ടീസ് ചെയ്ത് നോക്കേണ്ടതാണ്. അക്വാ സുംബ ഗോൾഡ് എന്നിങ്ങനെ പലതരത്തിലുള്ള സുംബ രീതികളുണ്ട് എന്ന് ചില സെർച്ചിലൊക്കെ കാണാം. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ഏർപ്പെടുക. ഈ സംസ്ഥാന സർക്കാർ
ഒരു വർഷത്തിനകത്തൊരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുന്നതുകൊണ്ട് ഈ സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളെയും എതിർക്കുക എന്ന് വിചാരിക്കുന്ന പല ആളുകളും ഉണ്ടാകും. അതോടൊപ്പം ചേർന്ന് നിൽക്കാൻ വളരെ പെട്ടെന്ന് തന്നെ ചില വിദ്യാർത്ഥി സംഘടനകളെയും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഒക്കെ കിട്ടും. അവർക്കിനി സുംബയ്ക്കില്ലാത്ത കുറ്റങ്ങളുണ്ടാവില്ല അവരിതുമായി എടുത്ത് കൊണ്ടുവരുന്നത് കണ്ടാൽ നമ്മൾ തന്നെ കൺഫ്യൂസ് ആകുന്ന വിധത്തിലേക്ക് ഒരുപാട് കുറ്റം പറച്ചിലായിരിക്കും വരും ദിവസങ്ങളിൽ നടക്കുക. പക്ഷേ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും സ്കൂളുകളും ഇതുമായി മുന്നോട്ട് പോകട്ടെ എന്നാണ് RDXന് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു അത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനുള്ള ഗുണം നമ്മുടെ കുട്ടികൾക്കുണ്ടാകും. പ്രത്യേകിച്ചും നമ്മുടേത് മലയാളികളുടെ സമൂഹം കഠിനമായിട്ട് ശരീരം കൊണ്ട് മണ്ണിൽ അധ്വാനിച്ചിരുന്ന ആളുകളുടെ സമൂഹമാണ്. ഭക്ഷണം എന്ന നിലയ്ക്ക് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് 19 വർഷത്തിനിടയിലാണ് നമ്മുടെ ശാരീരിക അധ്വാനത്തിൻ്റെ അളവ് കുറയുകയും നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഭക്ഷണത്തിൻ്റെയൊക്കെ അളവ് ഏതാണ്ട് സമൃദ്ധമായ വിധത്തിലേക്ക് കൂടുകയും ചെയ്യുന്നൊരു സാഹചര്യം വന്നത്. ലോകത്തെല്ലായിടത്തും അത് അങ്ങനെ തന്നെയാണ്. ഒപ്പം ഈ ഫോൺ വന്നതോട് കൂടിയിട്ട് കുത്തിയിരുന്ന് കാര്യങ്ങൾ ഫോണിൽ മാത്രം അധ്വാനിക്കുക അല്ലെങ്കിൽ അവിടെ മാത്രം ഇരുന്ന് കാര്യങ്ങൾ ചെയ്യുക എന്ന ഒരു രീതി വന്നിട്ടുണ്ട്. കുട്ടികളും അതിന് അഡിക്റ്റാണ്. അത്തരം കാര്യങ്ങൾ ആളുകളെ മാറ്റുക എന്നത് എളുപ്പമല്ല. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണെന്ന് പറയുന്നു ഈ ലഹരി മരുന്ന് പോലുള്ള കാര്യങ്ങളുടെ ഉപയോഗവും കൂടിയത് ചില ആളുകളെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കിതിൻ്റെ വസ്തുതാപരമായിട്ട് പൂർണ്ണമായിട്ട് അതേക്കുറിച്ച് പറയുക സാധ്യമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ എങ്കിലും ഇത്തരം കാര്യങ്ങളെല്ലാം ശാരീരികമായിട്ട് നമ്മുടെ മാനസികമായിട്ട് ഉണർവ് നൽകുകയും നമ്മുടെ ബൗദ്ധിക ശേഷിയെ ഒന്ന് പരിപോഷിപ്പിക്കുകയും കൂടെ ചെയ്യുന്ന ഇതുപോലുള്ള ശാരീരിക ഡാൻസ് മുറകൾ കൂട്ടിയെടുക്കുകയാണ്, കൂടുതൽ സമയങ്ങളിലേക്ക് നീട്ടിയെടുക്കുകയാണ് വേണ്ടത് എന്ന അഭിപ്രായമാണ് എനിക്ക് നിശ്ചയമായിട്ടുമുള്ളത്. ഇത്തരം പിന്തിരിപ്പൻ ആശയങ്ങൾ പറയുന്ന മതസാമുദായിക നേതാക്കളെ അല്ലാത്ത സമയത്ത് നമ്മൾ ബഹുമാനിക്കുകയും ഇത്തരം പിന്തിരിപ്പൻ മണ്ടത്തരങ്ങൾ പറയുമ്പോൾ അവരെ തള്ളിയിട്ട് സമൂഹം മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതുതന്നെ കേരള സമൂഹം ജാതി മത വ്യത്യാസമില്ലാതെ ചെയ്യും. സർക്കാർ അതിനൊപ്പം നിൽക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു വ്യായാമ രീതി എന്നതിനപ്പുറം സുംബയെ കാണേണ്ട കാര്യം എന്താണ് ഈ മതപണ്ഡിതർക്കുള്ളത്? കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ഉണർവിനുള്ള ഉപാധി എന്നതിനപ്പുറത്തേക്ക് അതിനെ മറ്റു ചർച്ചകളിലേക്ക് വലിച്ചെടുക്കുന്നത് എന്തിനാണ്? വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ കുട്ടികൾ കടന്നു പോകുന്നത്. കുടുംബഘടനയിലുണ്ടായ മാറ്റം, സോഷ്യൽ മീഡിയ അഡിക്ഷൻ തുടങ്ങിയവ കുട്ടികളുണ്ടാകുന്ന അനുരണനങ്ങൾ ചെറുതല്ല. സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് കുട്ടികളുടെ മാനസികാവസ്ഥ തിരിച്ചറിഞ്ഞിടപെടാൻ നമുക്ക് സാധിക്കണം. ഒരു വ്യായാമ പദ്ധതി, കുട്ടികൾക്ക് മാനസികോല്ലാസം കൂടി നൽകുന്ന ഒരു വ്യായാമ പദ്ധതി നമ്മുടെ സർക്കാർ ആവിഷ്കരിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ നന്മയും സന്തോഷവും ആഗ്രഹിക്കുന്ന നമ്മളെല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടതെന്ന് RDX കരുതുന്നു. വ്യായാമം ചെയ്യുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ വെറും ശരീരങ്ങളായി മാത്രം കാണുന്ന നോട്ടം തന്നെ എന്തൊരു അശ്ലീലമാണെന്ന് കൂട്ടത്തിൽ RDX അന്തം വിട്ടുപോകുന്നു. അടുത്ത വിഷയത്തിലേക്ക്.